റോഡ് സുരക്ഷയിലെ വീഴ്ചകൾ നിരത്തുകളെ കൊലക്കളമാക്കുന്നു. ബസ്സുകൾ സുരക്ഷിതമായി നിർത്താൻ ദേശീയപാതകളിലടക്കം ബസ് ബേ വേണമെന്ന നിർദ്ദേശം നടപ്പാക്കുന്നില്ല. ദേശീയപാത ചളിക്കവട്ടത്ത് റോഡരികിൽ നിർത്തിയ KSRTC ബസ്സിന് പിന്നിൽ KSRTC ദീർഘദൂര ബസ്സിടിച്ച് ബസ്സുകൾക്കിടയിൽപ്പെട്ട് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ വെള്ളിയാഴ്ച മരിച്ചിരുന്നു. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. കിരൺ, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു. പക്ഷേ പല പരിഷ്കാരങ്ങളും ശാസ്ത്രീയമല്ല. അതുകൊണ്ട് തന്നെ ഈ പരിഷ്കാരങ്ങളൊക്കെയും തിരിച്ചടിയാകുന്നു എന്നുള്ള വിമർശനങ്ങളും വിലയിരുത്തലുകളുമുണ്ട്. പക്ഷേ ഈ വിലയിരുത്തലുകളും വിമർശനങ്ങളൊന്നും മുഖവിലേക്കെടുക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ആവർത്തിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? KP, ഈ അടുത്ത ദിവസങ്ങളിൽ കൊച്ചിയിൽ നടന്ന ചില അപകടങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് ഈ ബസ്സുകൾ നിർത്തുന്നതിന് വേണ്ടി ബസ് സ്റ്റോപ്പുകളിൽ കൃത്യമായ ബസ് ബേകളൊന്നും തന്നെ നിർമ്മിച്ചിട്ടില്ല എന്നുള്ള ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് കേരളത്തിലെ റോഡുകൾ പ്രധാനമായിട്ടും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ അപകടത്തിന് കാരണമാകുന്നത് ഇത്തരത്തിൽ മുന്നേ പോകുന്ന വാഹനങ്ങൾ, ബസ്സുകൾ ഇത് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ പുറകെ വരുന്ന വാഹനങ്ങൾ ഇടിച്ചുള്ള അപകടങ്ങൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസമാണ് ചളിക്കവട്ടത്ത് 2 യുവാക്കൾ ഇത്തരത്തിൽ ബസ്സിനടിയിൽപ്പെട്ട് അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് മുന്നേ പോയ ഒരു KSRTC ബസ് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യുകയും ഇതിന് പുറകെ വന്ന മറ്റൊരു വാഹനത്തിന് കൂടി ഇടിച്ചാണ് ഇവർ അപകടത്തിൽപ്പെടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് പല വിദഗ്ധരുമായി, അതായത് ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധരുമായി നടത്തിയിട്ടുള്ള ചർച്ചകളിലും ഇവർ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ ബസ് ബേകൾ നിർമ്മിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നിട്ട് പോലും ഇത് കൃത്യമായി പാലിക്കപ്പെടാത്തതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നത് എന്നുള്ളൊരു ആരോപണം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആക്ഷേപം തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ കേരളത്തിലെ നിരത്തുകളിൽ ബസ് ബേ വേണം എന്നുള്ളൊരു ആവശ്യം കൂടി പ്രധാനമായിട്ടും ഉയരുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അവകാശവാദമാണ് സംസ്ഥാന സർക്കാർ എല്ലാ കാലത്തും വെച്ച് പുലർത്തുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നിരവധി ദേശീയപാതകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ, നാടിന് സമർപ്പിച്ചപ്പോൾ അതൊക്കെയും തങ്ങളുടെ അക്കൗണ്ടിൽ ചേർക്കാനുള്ള ഒരു വ്യഗ്രത, ഒരു താല്പര്യം, ഒരു അമിതമായ ഒരു ആവേശം മന്ത്രിമാരടക്കം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ കൃത്യമായി നമുക്കറിയാം, ദേശീയപാത വികസനമടക്കം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ ഒരു ക്രെഡിറ്റ് പോലും സംസ്ഥാനം കൊണ്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നില്ല. കൃത്യമായ രീതിയിൽ അതിനോട് ഒരു ഉദാസീന മനോഭാവമാണ് പുലർത്തുന്നത് എന്ന് വേണം ഈ ദേശീയപാതകളടക്കം ബസ് ബേ വേണമെന്ന ആവശ്യത്തോടും മുഖം തിരിക്കുന്ന ഒരു സമീപനത്തിലൂടെ മനസ്സിലാക്കാനില്ലേ? അതുതന്നെയാണ് ഇത്തരത്തിൽ ദേശീയപാതകളിലും സംസ്ഥാന പാതകളടക്കം നിരന്തരം ഈ അപകടങ്ങൾ ഇത്തരത്തിൽ വർദ്ധിക്കാനുമുള്ള ഒരു കാരണവും, അല്ലേ? തീർച്ചയായിട്ടും KP, ഈ ദേശീയപാതകളിൽ നടക്കുന്ന അപകടങ്ങളുടെ കണക്ക് നോക്കിയാൽ രാജ്യത്ത് തന്നെ 2ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. പലപ്പോഴും ഈ സാഹചര്യങ്ങൾ, അതായത് ദേശീയപാതകളിൽ വലിയ രീതിയിലുള്ള ഒരു റോഡിന്റെ വീതി അല്ലെങ്കിൽ റോഡിന്റെ വലിപ്പമുണ്ട്. എന്നിരുന്നാൽ പോലും ആ സാഹചര്യം അത് ഉടനെ തന്നെ, അതായത് ഈ ദേശീയപാതയിൽ നിന്ന് ഉടനെ സംസ്ഥാന പാതകളിലേക്ക് കടക്കുന്നതായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം അപകടമുണ്ടായിട്ടുള്ള പാലാരിവട്ടത്ത് തന്നെ നോക്കിയാൽ ദേശീയപാതയിൽ നിന്ന് ഉടനെ സംസ്ഥാന പാതയിലേക്ക് കടക്കുന്ന തരത്തിലാണ് അവിടുത്തെ റോഡിന്റെ കിടപ്പ് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പോലും പലപ്പോഴും ഈ അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് തന്നെ ഈ സംസ്ഥാന പാതയിലേക്ക് കടക്കുമ്പോൾ ഈ റോഡിന്റെ വീതിയാണ് ഇവിടെ പലപ്പോഴും പ്രശ്നമായി വരുന്നത്. ഇത്തരത്തിൽ മാത്രവുമല്ല, റോഡിനോട് ചേർന്നിട്ടുള്ള ചില മീഡിയനുകൾ, സമീപത്തുള്ള കടകൾ, ഇതൊക്കെയെല്ലാം തന്നെ പലപ്പോഴും വാഹനങ്ങളിൽ വരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ 2 വീലറിൽ വരുന്ന ആളുകൾക്ക് പലപ്പോഴും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ വീതി കൃത്യമായി വർദ്ധിപ്പിക്കണം. മാത്രവുമല്ല, ഈ വശങ്ങളിലുള്ള അനധികൃതമായിട്ടുള്ള കടകൾ ഒഴിപ്പിക്കണം, മറ്റ് പരസ്യ ബോർഡുകൾ ഒഴിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഉയർന്നിരുന്നതാണ്. എന്നാൽ ഈ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്തുകയും ഇതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ ഒരു കൃത്യമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയുള്ള ഒരു ആരോപണമാണ് ഈ സംസ്ഥാനത്ത് ഈ വർദ്ധിച്ചു വരുന്ന ഈ അപകടങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. KP, ശരി. കൊച്ചിയിൽ നിന്നും കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്.